നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പാറു, അത് ഞാൻ ഫുഡ് ഡെലിവറി കൊടുത്തൊരു വീട്ടിലെ അമ്മാവനെ എന്നോട് പ്രേമം. എങ്ങനെയോ എന്റെ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചതാ. ഞാൻ നല്ല ചീത്ത പറഞ്ഞു. നിനക്ക് കള്ളം പറയാൻ അറിയില്ല മീര. വേണ്ട, എന്നോട് പറയാൻ താല്പര്യമില്ലെങ്കിൽ നീ പറയണ്ട. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് മുക്ത. ആന്റി എവിടെ അങ്കിൾ? അവള് ഷോപ്പിങ്ങിന് പോയി. ഓ, അങ്കിള് ബിസിയാണോ? ഞാനൊരു ഓൺലൈൻ മീറ്റിംഗിന് വെയിറ്റ് ചെയ്യാം. എനിക്കൊരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യോ? ഓ ഷുവർ. മുക്ത ഇരിക്കെ. താങ്ക് യു. എന്താ അങ്കിൾ, ഇതൊന്ന് നോക്ക്. കൈലാഷ് പുതിയൊരു പേഴ്സണൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 10 ലക്ഷം രൂപ ലോൺ എടുത്തിരിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് അങ്കിളുടെ കയ്യിലുള്ളത്. ബാങ്കിൽ നിന്ന് അയച്ചതാ. PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MDക്ക് 10 ലക്ഷം രൂപ ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ അങ്കിൾ? അങ്കിൾ അറിഞ്ഞിട്ടാണോ കൈലാഷ് ലോൺ എടുത്തത്? അപ്പോ എന്നോട് മത്സരിക്കാൻ തന്നെയാണ് അവന്റെ തീരുമാനം. അങ്കിൾ ഈ കാര്യം അറിഞ്ഞിട്ടില്ലേ? ഇല്ല മുക്ത, ഞാൻ ഇപ്പോഴാ അറിയുന്നത്. കൈലാഷ് ഇത് എന്ത് ഭാവിച്ച അങ്കിൾ? കൈലാഷ് എന്തിനാ ലോൺ എടുത്തത്? അവനോട് തന്നെ ചോദിക്കാം. കൈലാഷ്, കൈലാഷ് ഒന്നുകൂടെ വരൂ. അങ്കിൾ, അങ്കിളിനോട് ഇത് പറഞ്ഞത് ഞാനാണെന്ന് കൈലാഷ് ഒരിക്കലും അറിയരുത്. അറിഞ്ഞ പിന്നെ ഒരു കാര്യം അവൻ എന്നോട് പറയില്ല. എല്ലാം എന്നോട് ഷെയർ ചെയ്യുന്നത് കൊണ്ടാ നമ്മൾക്ക് അവന്റെ പ്ലാൻ മുൻകൂട്ടി അറിയാൻ കഴിയുന്നത്. എന്താ ഡാഡി, എന്തിനാ വരാൻ പറഞ്ഞ? എന്താ ഇത്? ബാങ്കിൽ നിന്ന് വന്നോ? ആരോട് ചോദിച്ചിട്ടാ നീ 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്? എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡാഡി എന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യിച്ചു. എന്റെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ബ്ലോക്ക് ചെയ്യിച്ചു. ക്യാഷിന് ആവശ്യം വരുമ്പോ ലോൺ എടുക്കല്ലാതെ ഞാൻ വേറെ എന്താ ചെയ്യേണ്ടത്? 10 ലക്ഷം രൂപയുടെ ആവശ്യം എന്തായിരുന്നു നിനക്ക്? ഞാനൊരു കാർ ബുക്ക് ചെയ്ത ഡാഡിക്ക് അറിയില്ലേ? അത് ക്യാൻസൽ ആവാണ്ടിരിക്കാൻ ഇനിഷ്യൽ എമൗണ്ട് പേ ചെയ്യേണ്ടി വന്നു. കള്ളം പറയരുത് കൈലാഷ്. കാർ ഷോറൂമിൽ ഫുൾ എമൗണ്ട് ഞാൻ പേ ചെയ്തിട്ടുണ്ട്. മറ്റെന്തോ കാര്യത്തിനാണ് നീ ലോൺ എടുത്തത്. അതിലെന്താ തെറ്റ്? എനിക്ക് പേഴ്സണൽ ആവശ്യങ്ങളില്ലേ? അതിനുവേണ്ടി ബാങ്കിൽ നിന്ന് ഞാൻ ലോൺ എടുത്തെങ്കിൽ അതിലെന്താ തെറ്റ്? പേഴ്സണൽ ആവശ്യങ്ങളോ? ഇത്രയും വലിയ എന്ത് പേഴ്സണൽ ആവശ്യങ്ങളാണ് നിനക്കുള്ളത്? നീ എടുക്കുന്ന ലോൺ ആര് തിരിച്ചടയ്ക്കും? ഞാൻ, അല്ലാതെ വേറെ ആരാ? ലോൺ എടുക്കുന്ന എനിക്ക് തിരിച്ചടയ്ക്കാനും അറിയാം. അതിനെക്കുറിച്ച് ഓർത്ത് ഡാഡി വെറിയിടാവണ്ട. നീ തിരിച്ചടയ്ക്കുന്നോ? എവിടുന്ന് എടുത്ത് അടയ്ക്കും? ഞാൻ ഈ കമ്പനിയിൽ MD ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ. അതിനെനിക്കൊരു ശമ്പളം ഉണ്ടാവുമല്ലോ. അതെനിക്ക് തന്നാ മതി. ലോൺ ഞാൻ അടച്ചു തീർത്തോളാം. കൈലാഷ്, അങ്കിളിനോടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇങ്ങനെയല്ലാതെ വേറെ എങ്ങനെയാ സംസാരിക്കേണ്ടത്? 10 പൈസ പോലും ഞാൻ തൊടാൻ പാടില്ലെന്ന ഡാഡിയുടെ തീരുമാനം. ബാങ്ക് അക്കൗണ്ടും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും എല്ലാം ബ്ലോക്ക് ചെയ്തു. എല്ലാ ജോയിന്റ് അക്കൗണ്ടിൽ നിന്നും എന്നെ റിമൂവ് ചെയ്തു. എന്നോട് ഒരു സ്നേഹമില്ലാത്ത ഡാഡിയോട് ഞാൻ പിന്നെ എങ്ങനെയാ സംസാരിക്കേണ്ടത്? മുക്ത തന്നെ പറ. കൈലാഷിനത് വിഷമമായിട്ടുണ്ടെങ്കിൽ അങ്കിളിനോട് സംസാരിച്ച ഒരു സൊല്യൂഷൻ കാണുകയല്ലേ വേണ്ടത്? ഡാഡി എന്നെ ഇൻസൾട്ട് ചെയ്യായി ചെയ്ത്. എന്നോടൊരു വാക്ക് പോലും പറയാതെ ഡാഡി ഇതെല്ലാം ചെയ്ത്. ബാങ്കിൽ നിന്ന് വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇതെല്ലാം അറിയുന്നത്. ബാങ്ക് സ്റ്റാഫിന്റെ മുമ്പിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായില്ലേ? എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം തന്നാ മതി. PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MDയുടെ പോസ്റ്റ് ഞാനാ നിനക്ക് നൽകിയത്. എന്റെ മകനാണെന്ന ഒറ്റ കാരണം കൊണ്ടാ ഒരു ഈടുമില്ലാതെ 10 ലക്ഷം രൂപ നിനക്ക് ലോൺ ലഭിച്ചത്. അത് നീ മനസ്സിലാക്കിക്കോ. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു പോയത് എന്റെ കുറ്റമല്ലല്ലോ. അതിലെനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഡാഡി. ഒറ്റ കാര്യം എനിക്ക് ചെയ്യാൻ കഴിയൂ. ഡാഡിയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക. അത് ഞാൻ ഡാഡിക്ക് ഉറപ്പ് തരാം. ഡാഡിക്ക് പേരുദോഷം വരുത്തുന്ന ഒന്നും എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ഇനി മുതൽ എല്ലാ മാസവും എനിക്ക് ശമ്പളം കിട്ടണം. എന്തിനാണ് ഈ ലോൺ എടുത്തതെന്ന് തുറന്നു പറയാതെ 1 രൂപ പോലും നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. ഡാഡിയുടെ തീരുമാനം അതാണെങ്കിൽ PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിട്ടിട്ട് വേറെ ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കേണ്ടി വരും. ഡാഡി ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനം പറയും.
അങ്കിൾ